ഏപ്രിൽ ഫൂൾസ് ഡേയുടെ ചരിത്രം. 1582 വരെ ജൂലിയസ് സീസർ കൊണ്ടുവന്ന ജൂലിയൻ കലണ്ടറാണ് നിലവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 1582 അന്നത്തെ മാർപ്പാപ്പ പോപ്പ് ഗ്രിഗറി 13 കൊണ്ടുവന്ന പുതിയ കലണ്ടറായിരുന്നു ഗ്രിഗോറിയൻ കലണ്ടർ. അങ്ങനെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി 1 പുതുവർഷം. എന്നാൽ ജൂലിയസ് സീസറിന്റെ ജൂലിയൻ കലണ്ടറിൽ ഏപ്രിൽ 1 പുതുവത്സരം, അതായത് പുതുവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ വന്നതോടുകൂടി പഴയ കലണ്ടറിലുണ്ടായിരുന്ന ഏപ്രിൽ 1 എന്ന് പറയുന്ന പുതുവർഷം മാറി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ജനുവരി 1 മാറി. പക്ഷേ ആ കാലഘട്ടത്തിൽ വാർത്താവിനിമയ ഉപാധികൾ വളരെ നാമമാത്രമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാജപരിഷ്കാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് കുറച്ച് സമയമെടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ പേർ ജനുവരി 1 മറ്റു ചിലർ ഏപ്രിൽ 1 പുതുവത്സരം ആഘോഷിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ പുതിയ കലണ്ടർ നിലവിൽ വന്നതിന് ശേഷവും ഏപ്രിൽ 1 പുതുവത്സരം ആഘോഷിച്ചവരെ ലോകം മണ്ടന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. മാത്രമല്ല, പുത്തൻ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത യാഥാസ്ഥിതികരായ ചിലരെയും കൂടി പരിഹസിച്ചുകൊണ്ടാണ് ഏപ്രിൽ 1 വെട്ടിദിനമായി ആഘോഷിക്കുന്നു എന്നതാണ് ഒരു വാദം. അപ്പോൾ അത്തരത്തിൽ ഏപ്രിൽ 1 അങ്ങനെ ആളുകളെ പറ്റിക്കാൻ നുണകളും മറ്റും പ്രചരിപ്പിക്കുന്ന രീതി അവിടെ നിന്നാണ് തുടങ്ങിയത്.